നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീട് വളഞ്ഞ് വലിയ ഓളമുണ്ടാക്കി പി.സി. ജോർജിനെ തൂക്കി അകത്തിടണം എന്നതായിരുന്നു പിണറായി വിജയൻ സ്വപ്നം കണ്ടത്. അതിനുവേണ്ടി പോലീസിനെ കച്ചകെട്ടി നിർത്തുകയും ചെയ്തിരുന്നു. കാരണം പിണറായി വിജയന് പി.സി. ജോർജിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ഒരടി കൊടുക്കാൻ കാത്തിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതി അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത്. വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ പി.സി. ജോർജിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ഇതിനു മുൻപും പിണറായി വിജയന്റെ പോലീസ് വീട് വളഞ്ഞ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അന്ന് പി.സി. ജോർജിന്റെ ഭാര്യ പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞതൊക്കെ കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും പി.സി. ജോർജിനെ തൂക്കി അകത്തിടാൻ എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു. പിണറായി വിജയന്റെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പോലീസ് നീങ്ങിയതെല്ലാം. പക്ഷേ അതിനു മുൻപേ കയറി പി.സി. ജോർജ് എറിയുമെന്ന് പിണറായി വിജയൻ പോലും സ്വപ്നത്തിൽ കരുതിയില്ല. നാവിനെല്ലില്ലാത്ത പി.സി. ജോർജ് എല്ലായിടത്തും കയറി ഓരോ ഗീർവാണങ്ങൾ അടിക്കും, ആരെയും പച്ച തെറി വിളിക്കുകയും ചെയ്യും. പി.സി. ജോർജിൻ്റെത് കടന്ന കൈ പ്രയോഗങ്ങളൊക്കെ തന്നെയാണ്. പി.സി. ജോർജിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതും വളരെ മികച്ച തീരുമാനം തന്നെയാണ്. കാരണം നാവിനെല്ലില്ലാത്തത് കൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു അഹങ്കാരം പി.സി. ജോർജിനുണ്ട്. എന്നാൽ അത് വെച്ചു പൊറുപ്പിക്കാൻ തയ്യാറല്ല എന്ന് കോടതി തന്നെ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. പി.സി. ജോർജിന്റെ നിലപാടുകളോടൊന്നും തന്നെ പൊരുത്തപ്പെടാൻ കഴിയാറുമില്ല. കാരണം സ്ത്രീകളെ അപമാനിക്കുകയും പൊതുമധ്യത്തിൽ വന്നു നിന്ന് തെറി പറയുകയും ചാനലിലിരുന്ന് തന്തയ്ക്ക് വിളിക്കുകയും വരെ ചെയ്യുന്ന പ്രകൃതക്കാരനാണ് പി.സി. ജോർജ്. അങ്ങനെ ഒരു പി.സി. ജോർജിനെ കേരളം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പിണറായി വിജയനും പി.സി. ജോർജും തമ്മിലുള്ള പോരാണ് ഇവിടുത്തെ പ്രധാന വിഷയം. എങ്ങനെയെങ്കിലും പി.സി. ജോർജിനെ തൂക്കി അകത്തിടാമെന്നുള്ള പിണറായി വിജയന്റെ അതായത് പോലീസിനെ കൊണ്ട് തന്നെ പി.സിയെ കൈവെപ്പിക്കണം എന്നുള്ള പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ കൊമ്പാണ് പി.സി. ജോർജ് ഒടിച്ചത്. കൃത്യമായ ഒരു തിരക്കഥ പി.സി. ജോർജും തയ്യാറാക്കിയിരുന്നു. അതായത് വീട്ടിലേക്ക് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമെന്ന് പി.സി. ജോർജിന് കൃത്യമായി അറിയാമായിരുന്നു. പി.സി. ജോർജ് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു ബി.ജെ.പി. പ്രവർത്തകർ ജോർജിന്റെ വീട്ടിൽ തമ്പടിച്ചത്. എന്നാൽ ഇത് പിണറായി വിജയന്റെയും പോലീസിന്റെയും കണ്ണിൽ പൊടിയിട്ടു. അങ്ങനെ പി.സി. ജോർജ് ഒടുക്കം ഹാജരായതോ കോടതിയിൽ നേരിട്ട്. ഇതോടുകൂടി പോലീസിന്റെയും പിണറായി വിജയന്റെയും പ്ലാൻ അടപടലം പൊളിഞ്ഞങ്ങ് വീണു. വീട്ടിൽ നിന്നും പി.സി. ജോർജിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകണം എന്നുള്ള പോലീസിന്റെയും പിണറായി വിജയന്റെയും ആഗ്രഹം അങ്ങ് ഇല്ലാതായിപ്പോയി. മണിക്കൂറുകൾ നീണ്ട നാടകീയതയായിരുന്നു ഈരാറ്റുപേട്ടയിലെ പി.സി. ജോർജിന്റെ വീട്ടിൽ അരങ്ങേറിയത്. ഒളിവിലായിരുന്ന പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. പി.സി. ജോർജിനെ പിടികൂടുന്നതിനു വേണ്ടി വെളുപ്പാങ്കാലത്ത് മുതൽ ഈരാറ്റുപേട്ടയിൽ പി.സി. ജോർജിന്റെ വീടിന്റെ പരിസരങ്ങളിലായി ഉണ്ടായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം പി.സി. ജോർജിനെ തപ്പി പോലീസ് വീട്ടിലെത്തിയിരുന്നു. 2 തവണ നോട്ടീസ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന പി.സി. ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകാം എന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് പോലീസ് ചട്ടം കെട്ടി ഈരാറ്റുപേട്ടയിലേക്ക് പാഞ്ഞെത്തിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് പി.സിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിരുന്നു. പോലീസിന് ചുറ്റും വലിയ സന്നാഹമൊരുക്കി. പി.സി വീട്ടിലുണ്ടെന്നും ഇവർ അമിത പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇതെല്ലാം അസ്ഥാനത്തായി പോകുകയായിരുന്നു. അഭിഭാഷകൻ സിറിലും മരുമകൾ പാർവതിയും എത്തിയതിനു പിന്നാലെ ജോർജ് കോടതിയിലെത്തുകയായിരുന്നു. ജനുവരി 5-നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത്. യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ എത്തി തുടങ്ങിയിരുന്നു. പിന്നാലെയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തിയത്. പി.സി. ജോർജ് ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി സ്റ്റേഷനിലേക്ക് എത്തിയേക്കാം എന്ന സ്ഥിതി മുന്നിൽ കണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയത്. അങ്ങനെ പി.സി. ജോർജ് ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം പ്രകടനം നടത്തി എത്തിയാൽ അത് മതസ്പർദ്ധയ്ക്ക് വഴിവെച്ചേക്കാം എന്ന വിലയിരുത്തലിൽ പോലീസും ജാഗരൂകരായിരുന്നു. അനുമതിയില്ലാതെ പ്രകടനം നടത്തുന്നതിനോ മറ്റോ തുനിഞ്ഞാൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാകും എന്നായിരുന്നു ഈരാറ്റുപേട്ട CI KJ തോമസ് പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും ബി.ജെ.പി. ഭാരവാഹികളെയും അറിയിച്ചിരുന്നത്. ഈരാറ്റുപേട്ടയിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹവും ഒരുങ്ങിയിരുന്നു. ഈ വീട്ടിൽ പി.സി. ജോർജിന്റെ ഭാര്യ ഉഷ ജോർജും മകൻ ഷോൺ ജോർജും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഷോൺ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ പി.സി. വീട്ടിൽ എത്തുമെന്നും പോലീസ് കണക്കുകൂട്ടി.
ഷോൺ പുറത്തിറങ്ങിയാൽ പിന്തുടരാനും തീരുമാനിച്ചു. പക്ഷേ ഷോൺ പുറത്തേക്ക് വന്നില്ല. എന്നാൽ PC കോടതിയിൽ എത്തുകയും ചെയ്തു. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജ് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചത്. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതോടുകൂടി ഒരു വജ്രായുധം വീണുകിട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. കാരണം കണക്കുകൾ ഒരുപാട് പിണറായി വിജയനാണ് PC ജോർജിനോട് തീർക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീണ വിജയനെ പൊതുമധ്യത്തിൽ പലതവണ അധിക്ഷേപിക്കുകയും അഴിമതിക്കാരി എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് PC ജോർജ്. അതിന്റെ ഒരു പക മുഖ്യമന്ത്രിക്ക് PC ജോർജിനോടുണ്ട്. ഇത് മാത്രമല്ല, ഫാരിസ് അബൂബക്കർ പിണറായി വിജയന്റെ ബിനാമിയാണെന്നും പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നും പിണറായി വിജയന്റെ എല്ലാ ബിനാമി സ്വത്തുക്കളും നോക്കുന്നത് ഫാരിസ് അബൂബക്കർ ആണ് എന്നുമുള്ള വലിയ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിച്ചിട്ടതും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതും PC ജോർജ് തന്നെയായിരുന്നു. അതുകൊണ്ട് PCയുടെ വായടപ്പിക്കണം എന്നുള്ളത് പിണറായി വിജയന്റെ ആവശ്യമാണ്. എന്നാൽ BJPയിലേക്ക് ചാഞ്ഞതോടുകൂടി തന്നെ PC ജോർജിന് പിന്നിൽ വലിയൊരു BJP സംഘം തന്നെ ഉണ്ടായിരുന്നു. അറസ്റ്റിനെത്തുമ്പോൾ BJP വലിയ സംഘർഷം ഉണ്ടാക്കുമോ എന്ന് പോലീസും ഭയപ്പെട്ടിരുന്നു. എന്നാൽ എന്തു തന്നെയാണെങ്കിലും വേണ്ടില്ല, PC ജോർജിനെ തൂക്കി അകത്തിടണം എന്ന് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു പിണറായി വിജയനും. എന്നാൽ അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് PC കോടതിയിൽ പോയി ഹാജരായത്. ഇതിനു മുൻപും പിണറായി പോലീസ് PC ജോർജിനെ ഈരാറ്റുപേട്ടയിലെത്തി തൂക്കി അകത്തെടുത്തിട്ടുണ്ട്. അന്ന് പക്ഷേ പിണറായി വിജയന് നേരെ വലിയ ശാപവാക്കുകൾ ഉയർത്തിയത് PC ജോർജിന്റെ ഭാര്യയായിരുന്നു. ഞാൻ കഴുത്തിലണിഞ്ഞിരിക്കുന്ന കൊന്തയാണേ സത്യം, ഇതിന് പിണറായിക്ക് മറുപടി നൽകിയിരിക്കുമെന്ന് അന്ന് PC ജോർജിന്റെ ഭാര്യ വലിയ രീതിയിൽ പിണറായി വിജയന് നേരെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ നെറികെട്ട ആളാണെന്നും തീരെ വയ്യാതിരിക്കുന്ന ആളാണ് PC ജോർജ് എന്നും അദ്ദേഹത്തോട് ഈ ക്രൂരത കാണിക്കുന്നത് പകപോക്കലാണെന്നും PC ജോർജിന്റെ ഭാര്യ പിണറായിക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. അയാൾ അനുഭവിക്കും എന്നുള്ള അതിരുവിട്ട വാക്കുകളൊക്കെ PC ജോർജിന്റെ ഭാര്യയിൽ നിന്ന് ഉണ്ടായതുമാണ്. ഇന്നും ഇതുപോലെയുള്ള നാടകീയ രംഗങ്ങൾ വീട്ടിലുണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് PC ജോർജ് സ്വയം കോടതിയിൽ പോയി കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ PC ജോർജിനെ തൂക്കി അകത്തിട്ടു എന്നുള്ള ഒരു ജൈവിളിക്ക് കോപ്പ് കൂട്ടിയ പിണറായിക്ക് അടപടലം തേഞ്ഞൊട്ടിയ അവസ്ഥയിലായിപ്പോയി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.